ഞാൻ ഇത്രയും വർഷങ്ങളിലെടുത്തതിൽ നൂറുകണക്കിന് ക്ലാസ് ഈ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും നീണ്ടു നിന്ന ഒരു വിഷയമാണ് ഗലാത്യ ലേഖനം. നീണ്ടു നിന്നതെന്ന് മാത്രമല്ല, ഞാൻ ഇന്നുവരെ എടുത്തിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ലളിതമായിട്ട് പ്രസന്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് പോലും ഏറ്റവും ടഫ് ആൻഡ് ഡ്രൈ ഒരു വിഷയമാണ് ഗലാത്യ ലേഖനം. എന്നിട്ടും ഇത്രയും സഹോദര സഹോദരിമാർ റെഗുലറായിട്ട് അത് കേൾക്കുന്നു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്ലാസിന്റെ സമയവും മറ്റ് ടൈം ടേബിളുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇതേ വീഡിയോ ഡോക്ടർ സൈനീഷ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ 5 ഇരട്ടി ആളുകൾ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ്ലി കാണുന്നുണ്ട്. ടൈമിന്റെ അഡ്വാൻറ്റേജ് ആണ്. സോ ഈ സീരീസ് ധാരാളം ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. കുറച്ച് ടഫ് ആൻഡ് ഡ്രൈ ആണ്, എന്നാലും പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് കണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 21-ാം വാക്യം തൊട്ടാണ് പിക്കപ്പ് ചെയ്യുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം തൊട്ട് 21 തൊട്ട് 31 ഒരു സെക്ഷനാണ്. ഇവിടെ സാറായെ കുറിച്ചും ഹാഗറിനെ കുറിച്ചും ദൈവാത്മാവിന്റെ പ്രേരണയാൽ പൗലോസ് സംസാരിക്കുന്നു. ദൈവവചനത്തിൽ വളരെ റെയറായിട്ട്, വളരെ വിരളമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇവിടെ കാണുന്നു. അതാണ് അന്യാർത്ഥ വ്യാഖ്യാനം. നമ്മളൊരു സംഭവം കാണുന്നു, അതിനെക്കുറിച്ച് വരമൊഴിയായിട്ട് ആ സംഭവത്തെക്കുറിച്ച് ദൈവവചനം നമുക്ക് രേഖ തന്നിരിക്കുന്നു. അതെടുത്ത് ഒരു അന്യാർത്ഥ വ്യാഖ്യാനം. ഞാൻ ഓർപ്പിക്കട്ടെ, അന്യാർത്ഥ വ്യാഖ്യാനം അല്ലെങ്കിൽ അലിഗരി അത് ദൈവവചനത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമല്ല. ഇൻഫാക്ട് ദൈവവചനത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി 20-ാം നൂറ്റാണ്ടിൽ പലർ ഉപയോഗിച്ച ഒരു വ്യാഖ്യാന രീതിയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു വ്യാഖ്യാന രീതിയാണ് അലിഗരി അല്ലെങ്കിൽ അന്യാർത്ഥ വ്യാഖ്യാനം. എന്നാൽ ഈ അന്യാർത്ഥ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. 21 തൊട്ട് 31 വാക്യം, ഈ വാക്യങ്ങളിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഇവിടെ സാറായെക്കുറിച്ചും ഹാഗറിനെ കുറിച്ചും പറയുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ അന്യാർത്ഥ വ്യാഖ്യാനം ദൈവവചനത്തിൽ സാധാരണ ഉപയോഗിക്കാറില്ല. എന്നാൽ വളരെ വിരളമായിട്ട് 1-2 ഉപയോഗിച്ചിരിക്കുന്നു. അതിൽ നിന്ന് ആദ്യം ഒരു കാര്യം ഓർപ്പിച്ചിട്ട് നമുക്ക് വാക്യങ്ങൾ നോക്കാം. ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി ഒരു രീതിയല്ല ഉള്ളത്. ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി പല ഒരു മിനിറ്റ് ഇപ്പൊ ശരിയായി. ആരുടെ മൊബൈൽ ഓണായിരുന്നു, അതിന് എക്കോ വരുന്നുണ്ട്. ഈ അന്യാർത്ഥ വ്യാഖ്യാനം ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഗലാത്യ ലേഖനത്തിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ദൈവം അവരുടെ മധ്യ വർക്ക് ചെയ്തതിനെ കുറിച്ചുണ്ട്. നീണ്ട ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഉപദേശം, കുറച്ച് ഭാഗം ഉപദേശം, അത് കഴിഞ്ഞ് പിന്നെയും പല രീതിയിലുള്ള നീണ്ട വ്യാഖ്യാനങ്ങൾ, ഫൈനലി അന്യാർത്ഥ വ്യാഖ്യാനം. ഇത് നമ്മളെ ഓർപ്പിക്കുന്നത്, ദൈവവചനം പഠിപ്പിക്കുന്ന ചുമതല ലഭിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നതിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ചുമതല ലഭിച്ചിട്ടുള്ള ആളുകൾ, അത് ആക്ച്വലി എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. സഭയിൽ പുൾപിറ്റിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല ദൈവവചനം പഠിപ്പിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അതും ദൈവവചനമാണ്. നമ്മളെക്കാൾ ജൂനിയേഴ്സ് നമ്മളോട് അവരുടെ സംശയം ചോദിച്ചാൽ അതും ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ചുമതല പുതിയ നിയമ കാലയളവിൽ എല്ലാവർക്കും തന്നിരിക്കുന്നതാണ്. പഴയ നിയമ കാലയളവിൽ അങ്ങനെ ഉണ്ടായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ അത് കുറച്ച് വർദ്ധിച്ചിരിക്കുക. അങ്ങനെ ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി ചുമതല ലഭിച്ചിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു അപ്രോച്ച് മാത്രം എടുത്ത് ആ രീതിയിൽ മാത്രം പഠിപ്പിക്കുന്നതിന് പകരം ദൈവവചനം പഠിപ്പിക്കുമ്പോൾ വിവിധമായ രീതിയിൽ ദൈവവചനം പഠിപ്പിക്കാൻ സാധിക്കും. വിവിധമായ രീതിയിൽ ദൈവവചനത്തിൽ തന്നെ ദൈവവചനം പഠിപ്പിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ടീച്ചിങ്ങിലും ഇതേ വൈവിധ്യം അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അതിന് കാരണമുണ്ട്. എല്ലാവരും ഒരേ രീതിയിലല്ല പഠിക്കുന്നത്. ഒരേ രീതി, നമ്മൾ ഒരു രീതി മാത്രം ഉപയോഗിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലർക്കത് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാകത്തില്ല. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഓഡിയൻസിൽ ചിലത് പുതിയ വിശ്വാസികൾ കാണും, ചിലര് വളരെ പക്വതയുള്ളവർ കാണും. എന്നാൽ ഇത് രണ്ടിന്റെ ഇടയ്ക്ക് വലിയൊരു സ്പെക്ട്രം കാണും. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവവചനത്തിൽ തന്നെ തന്നിരിക്കുന്ന ആ വിവിധമായ രീതികൾ മനസ്സിലാക്കി നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. 4-ന്റെ 21 തൊട്ട് 31 സാറ ആൻഡ് ഹാഗറിനെ കുറിച്ചുള്ള ഒരു അന്യാർത്ഥ വ്യാഖ്യാനം.
അന്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത അർത്ഥം എന്നുള്ള ഇല്ലാത്ത അർത്ഥം എന്നല്ല. അന്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ഡയറക്റ്റ് അർത്ഥമല്ലാതെ മറ്റൊരർത്ഥം കൂടെ അതിന് കൊടുക്കാൻ സാധിക്കും. അതാണ് അന്യാർത്ഥ വ്യാഖ്യാനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് അലിഗറി എന്ന് പറയും. അലിഗറി ടൈപ്പോളജി അല്ലെ ടൈപ്പ്, നിഴൽ പൊരുളിൽ നിന്ന് ഡിഫറൻ്റ് ആണെന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. 4:21 നാം വായിക്കുന്നത്, ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? ഗലാത്യ വിശ്വാസികൾ അവർ പരിച്ഛേദനയിൽ കൂടെ ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. ദൈവാത്മാവ് ഗലാത്യ ലേഖനം എഴുതിപ്പിച്ചപ്പോഴത്തേക്ക് പഴയ നിയമത്തിന്റെ 39 ബുക്സും സുലഭമായിരുന്നു. പഴയ നിയമകാലത്ത് തന്നെ പഴയ നിയമത്തിന്റെ കോപ്പി, കൈയെഴുത്ത് പ്രതികൾ വളരെ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ന് ബൈബിൾ സൊസൈറ്റി ഒക്കെ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ ഡിസ്ട്രിബ്യൂഷന്റെ സിസ്റ്റംസ് ഉണ്ടായിരുന്നോ എന്ന് ഹിസ്റ്ററി വ്യക്തമായിട്ട് പറയുന്നില്ല. എന്നാൽ വേദപുസ്തകം കോപ്പി ചെയ്ത് അത് വളരെ വ്യാപകമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് ധാരാളം തെളിവുണ്ട്. അതിന്റെ ഒരു തെളിവാണ് അപ്പോസ്തല പ്രവൃത്തിയിലെ എത്യോപ്യൻ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്ട്രി യാത്ര ചെയ്തപ്പോൾ തന്റെ കയ്യില് യെശയ്യാവിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. എത്യോപ്യക്കാര് യഹൂദന്മാരല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആൻഡ് എത്യോപ്യ അത്ര അടുത്തൊന്നുമല്ല, ഇസ്രായേലിന് അത്ര അടുത്തൊന്നുമല്ല. എന്നിട്ട് ആ വ്യക്തിയുടെ കയ്യിൽ യെശയ്യാവിന്റെ കോപ്പി ഉണ്ടായിരുന്നു. യെശയ്യാവ് ആണെങ്കിൽ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ബുക്സ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ചുരുളുകളിൽ ഒന്നായിരുന്നു. രഥത്തിൽ പിന്നെ വെയിറ്റ് ഒരു പ്രശ്നമല്ല. എന്നാൽ ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള വളരെ വെയിറ്റ് ഉള്ളതും വളരെ നീളവും വീതിയുമുള്ള കൈയെഴുത്ത് പ്രതികൾ പോലും വിജാതിയരുടെ കയ്യിൽ യഹൂദന്മാർ എത്തിച്ചിരുന്നു. അങ്ങനെ എത്തിച്ചിരുന്നതിന്റെ കാരണം കൊണ്ട് ഗലാത്യ വിശ്വാസികൾക്ക് പഴയ നിയമം സുലഭമായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മറ്റൊരു ഉദാഹരണം നമ്മൾ വായിക്കുന്നത് ബെറോയയിലുള്ള വിശ്വാസികളെ കുറിച്ചാണ്. ബെറോയയിലുള്ള വിശ്വാസികൾ ഓരോ ദിവസം സുവിശേഷം കേട്ട് കഴിഞ്ഞിട്ട് തിരുവെഴുത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തിൽ പരിശോധിച്ചു. ബെറോയയിലൊക്കെ ഉള്ള ആ സംഭവം നടന്ന സമയത്ത് തിരുവെഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ നിയമത്തിന്റെ 39 ബുക്സ് ആയിരുന്നു. സോ പുതിയ നിയമസഭ സ്റ്റാർട്ട് ചെയ്ത സമയമായപ്പോഴത്തേക്ക് പഴയ നിയമ ഗ്രന്ഥങ്ങൾ വളരെ വ്യാപകമായിട്ട് ലഭ്യമായിരുന്നു. ഗലാത്യയില് കുറച്ച് യഹൂദന്മാരുണ്ടായിരുന്നു, കുറച്ച് വിജാതിയർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ദൈവവചനം സുലഭമായിരുന്നു. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ ചോദിക്കുന്നത്, ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലേ? ഇവർക്കൊക്കെ പഴയ നിയമം ലഭ്യമായിരുന്നു, അന്ന് സുലഭമായിരുന്നു. അപ്പൊ പഴയ നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഫൈൻ. പഴയ നിയമം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്താണ് പഴയ നിയമം പറയുന്നത്? അത് 22-23 വാക്യങ്ങളിൽ നാം കാണുന്നു. 22-23. എന്നോട് പറവീൻ. ഇതൊക്കെ ടീച്ചിങ്ങിന്റെ ഒരു സ്റ്റൈലാണ്. നമ്മൾ എല്ലാവരും ഇത് അഡോപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നോട് പറവീൻ, അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരുന്നു. ഇതിനു മുൻപ് തന്നെ കൃപയുടെ സന്ദേശം നമ്മളെ ആക്കുന്നുവെന്നും ന്യായപ്രമാണ അടിമത്തത്തിലാക്കുന്നെന്ന് ഈ ഗലാത്യ ലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞു. ഇനിയും അതുമായിട്ട് തുലനം ചെയ്യാൻ വേണ്ടി അബ്രഹാമിന്റെ 2 മക്കളെ കുറിച്ച്, മകനെ കുറിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. എന്നാൽ ആ മകൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അബ്രഹാമിനും വെപ്രാളമായി, അബ്രഹാമിന്റെ ഭാര്യയ്ക്കും വെപ്രാളമായി. അങ്ങനാണ് ദാസിയിൽ കൂടെ ഒരു സന്തതി ജനിച്ചത്. അന്നത്തെ സമൂഹത്തിൽ അതൊരു കോമൺ പ്രാക്ടീസ് ആയിരുന്നു. അങ്ങനെ ദാസി, അല്ലെങ്കിൽ ശരിയായ വാക്ക് ദാസി എന്നല്ല, ശരിയായ വാക്ക് അടിമ. അടിമകളിൽ കൂടെ പ്രസവിച്ച കുട്ടികളെ ഒരു പ്രാവശ്യം ദത്തെടുത്തു കഴിഞ്ഞാൽ അവർ റിയൽ മക്കളായിട്ട് മാറുമായിരുന്നു. അത് ഏതാണ്ട് 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് വരെ അത് തുടർന്നു. ഇന്നും ദത്തെടുത്തു കഴിഞ്ഞാൽ അവർ ആ കുടുംബത്തിന്റെ ഭാഗമായി തീരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രാജകുടുംബത്തിൽ, കേരളത്തിലെ രാജകുടുംബങ്ങളിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും ദത്തെടുക്കുന്നത് വളരെ കോമൺ ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. സോ 2 മക്കളുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ ആ തുടങ്ങിയ വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ന്യായപ്രമാണം വായിക്കുന്നില്ലയോ? അതില് അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്ന് ദാസിയുടേത്, ഒന്ന് സ്വതന്ത്രയുടെ. ഈ 2 മക്കൾ, അവരുടെ സ്റ്റേറ്റസ് രണ്ടും അബ്രഹാമിന്റെ മക്കളായിരുന്നു. എന്നാൽ ഒരാള് വാഗ്ദത്ത സന്തതി അല്ലായിരുന്നത് കൊണ്ട് സന്തതിയാണെങ്കിലും അവനെ ഇറക്കി വിടാൻ വേണ്ടി ദൈവം പറഞ്ഞു. ദൈവമല്ല ആ ആജ്ഞ ഒറിജിനലി കൊണ്ടുവന്നത്. ഒറിജിനലി അത് സാറയാണ് പറഞ്ഞത്. എന്നാൽ ദൈവം അതിനെ അനുമോദിച്ചു. അവൻ വാഗ്ദത്ത സന്തതിയല്ല, നിന്റെ സന്തതിയാണ്, വാഗ്ദത്ത സന്തതിയല്ല, അതുകൊണ്ട് അവനെ ഇറക്കി വിടാൻ പറഞ്ഞു. വാഗ്ദത്തത്തിന്റെ അവകാശി അവൻ ആകത്തില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. എന്നാൽ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് അവൻ എല്ലാ രീതിയിലും അനുഗ്രഹം പ്രാപിക്കും എന്നും ദൈവം പറഞ്ഞു. ആൻഡ് അനുഗ്രഹം പ്രാപിച്ചു. ഇന്നും ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള ആളുകളിൽ പെടുന്നു ഇഷ്മായിലിന്റെ സന്തതി എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്, ഓക്കെ, 2 അബ്രഹാമിന്റെ സന്തതിയായിരുന്നു, 2 പേർക്കും ക്ലെയിം ഉണ്ടായിരുന്നു. എന്നാൽ ഒന്ന് വാഗ്ദത്ത സന്തതി ആയതുകൊണ്ട് വാഗ്ദത്തങ്ങളെല്ലാം ആ വാഗ്ദത്ത സന്തതിക്കാ കിട്ടിയത്. മറ്റേയാളിന് അനുഗ്രഹങ്ങൾ ലഭിച്ചു, അസാമാന്യ അനുഗ്രഹങ്ങൾ ലഭിച്ചു, എന്നാൽ വാഗ്ദത്ത സന്തതി എന്ന് പേര് ലഭിച്ചില്ല. അപ്പം ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ന്യായപ്രമാണം വായിക്കുന്നില്ലേ? ന്യായപ്രമാണത്തിൽ തന്നെ നമ്മൾ കാണുന്നത് 2 രീതിയിലുള്ള സന്തതിയുണ്ട്. ഒന്ന് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി, മറ്റൊന്ന് ജസ്റ്റ് ലോകപ്രകാരമുള്ള സന്തതി. ആൻഡ് അത്രയും പറഞ്ഞിട്ട് ദൈവാത്മാവ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കൃപയുടെ സന്ദേശം ലഭിച്ചവരാണ് വാഗ്ദത്ത സന്തതിയെ പോലെ. ന്യായപ്രമാണം പാലിക്കുന്നവർ, അവർ അടിമ സ്ത്രീയുടെ സന്തതിയാണ്. അവർ അടിമത്വത്തെ കാണിക്കുന്നു. 24-25 വാക്യങ്ങൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നു. 24-25 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇത് സാദൃശ്യമാകുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ദൈവാത്മാവ് വ്യക്തമാക്കുന്നത്, ഇത് നിങ്ങളുടെ മുൻപിൽ കമ്പയർ ചെയ്ത് പറയാൻ കാരണം, നിങ്ങൾ ന്യായപ്രമാണത്തെയും കൃപയെയും കൂടെ തുലനം ചെയ്യണം. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പുറകെ ഓടുന്നു, എന്നാൽ ന്യായപ്രമാണത്തിന്റെ സന്ദേശം, അതും കൃപയുടെ സന്ദേശവുമായിട്ട് നിങ്ങൾ തുലനം ചെയ്ത് നോക്കണം. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗർ. ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. ഇന്ന് ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങൾ ഇരിക്കുന്നവർക്ക് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ആ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ പഞ്ച് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമാണ്. ആക്ച്വലി യഹൂദന്മാർ വാഗ്ദത്ത സന്തതിയാണെന്നും വാഗ്ദത്ത നാട് അവരുടേതാണെന്നും വാഗ്ദത്ത നാടിന് പുറത്തുള്ള നാടുകളിൽ ജീവിക്കുന്ന ആളുകൾ അവർ വാഗ്ദത്ത സന്തതി അല്ലെന്നും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഫീലിങ്സ് ഉണ്ടായിരുന്നു. ബേസിക്കലി ആത്മീയ കാരണം കൊണ്ടാണ് അങ്ങനെ ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ പഴയ നിയമം നമുക്ക് വരമൊഴിയായിട്ട് തന്നിരിക്കുന്നതിൽ അബ്രഹാമിന് തന്നെ ഉണ്ടായ 2 സന്തതിയെക്കാണ്. ഒന്ന് അടിമയുടെ മകനായിരുന്നു, മറ്റൊന്ന് വാഗ്ദത്ത സന്തതിയായിരുന്നു. എന്നിട്ട് ഈസി ആയിട്ട് അന്നത്തെ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമാണ്, ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, സീനായി മലയെ കുറിക്കുന്നു. അതിപ്പോഴത്തെ എന്നത് ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. ഇവിടെ ദൈവവചനം ഹാഗറിനെയും സാറയെയും തുലനം ചെയ്തിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ അടിമത്വത്തിലേക്കാണ് പോകുന്നത്. കാരണം ഹാഗർ ഒന്നല്ല, എത്ര പ്രസവിച്ചാലും അവർ വാഗ്ദത്ത സന്തതിയാകത്തില്ല. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പുറകെ പോയി നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ കൃപായുഗത്തിലുള്ള വാഗ്ദത്ത സന്തതി ആകത്തില്ല എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. ന്യായപ്രമാണം അടിമത്വമാണ് എന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു, അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. ഈ ദൈവവചനം എഴുതിയ സമയത്ത് യെരുശലേം അത് അടിമത്വത്തിലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ.
ആക്ച്വലി BC 400 ഇസ്രായേൽ മക്കൾ പൂർണ്ണമായിട്ട് അടിമത്വത്തിൽ പോയി കഴിഞ്ഞതോടെ ഇന്ന് വരെ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത്. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. 1947 ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നെങ്കിലും ഇന്നും അവരുടെ ദേവാലയം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇസ്രായേല് ലോകത്തിലുള്ള വലിയ വലിയ ശത്രുക്കളെ ഒടുക്കിയെങ്കിലും അല്ലെ ഒതുക്കിയെങ്കിലും ഇന്നും അവർക്ക് അവരുടെ ദേവാലയം ഇരിക്കുന്ന സ്ഥലം കിട്ടിയിട്ടില്ല. അതാ അടിമത്വത്തിനെ കാണിക്കുന്നു. സോ ഇന്നും അവർ അടിമത്വത്തിൽ തന്നെയാണ്. ശരിയായിട്ട് പറഞ്ഞാൽ ദൈവവചനം ഇസ്രായേലിന്റെ ഏത് റെസ്റ്റോറേഷന് വേണ്ടി പറയുന്നു അത് ഇതുവരെയും തുടങ്ങിയിട്ടില്ലെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. 47 അവരുടെ റെസ്റ്റോറേഷൻ തുടങ്ങിയതെന്ന് പറയുന്നത് ദൈവവചനത്തിനനുസരിച്ചല്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത് അടിമത്വം കണ്ടോ, സ്വാതന്ത്ര്യം കണ്ടോ, ഇതിൽ നിന്ന് ന്യായപ്രമാണം തെരഞ്ഞെടുത്ത് നിങ്ങൾ അടിമത്വത്തിലേക്കാണ് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, വിശ്വാസികളായ നാം മനുഷ്യരുടെ ടെൻഡൻസി അടിമത്വത്തിൻ്റെതായതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ പല രീതിയിലുള്ള അടിമത്വങ്ങൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇമ്പോസ് ചെയ്യാറുണ്ട്. നമ്മൾ വളരെ കെയർഫുള്ളി നോക്കി അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പ്രവണതകളെ അകറ്റി നിർത്തണം. രണ്ട്, നമ്മൾ ഈ രക്ഷയുടെ സുവിശേഷം പറയുമ്പോൾ ടീച്ചിങ്ങിന്റെ എല്ലാ രീതിയിലുള്ള രീതികൾ ഉപയോഗിക്കണം. എങ്കിലേ ചിലർക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞ് ദൈവാത്മാവ് ഇവിടെ 26 വാക്യത്തിൽ ഓർപ്പിക്കുന്ന മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ഇവിടെ ഈ ലോകത്തിലുള്ള യെരൂശലേം അന്ന് അടിമയായിരുന്നു, അല്ലെ അടിമത്വത്തിലായിരുന്നു. മീതെയുള്ള യെരൂശലേം, യെരൂശലേം എന്നും മീതെയുള്ള യെരൂശലേം എന്നും പുതിയ യെരൂശലേം എന്നൊക്കെ പറയുമ്പോൾ എക്സാക്ട്ലി അതിന്റെ അർത്ഥം എന്തെന്ന് ചില സമയത്ത് ദൈവജനത്തിന് വളരെ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ ഇത്രയും ഓർത്താൽ മതി. മീതെയുള്ള യെരൂശലേം അല്ലെങ്കിൽ ജെറുസലേം വിച്ച് ഈസ് അബവ് എന്നുള്ളത് ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനമാണ് മീതെയുള്ള യെരൂശലേം. അതിന്റെ വേറെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്, ഞാൻ അതിലോട്ട് കടന്നു പോകുന്നില്ല. അതാണ് നമ്മുടെ അമ്മ. നമ്മളെ ഏത് ഗ്രൂപ്പിലോട്ട് ദൈവം ചേർത്തിരിക്കുന്ന അതാണ് നമ്മുടെ അമ്മ. അതുകൊണ്ട് നമ്മുടെ അമ്മയല്ലാത്ത ഹാഗറിനെ അമ്മ എന്ന് സ്വീകരിച്ച് അടിമത്വത്തിൽ പോകരുത് എന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇതിന്റെ വെളിച്ചത്തിൽ ഓർപ്പിക്കട്ടെ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വിശ്വാസികളായ നാം നമ്മെ തന്നെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഗലാത്യ ലേഖനം 4:27 നാം വായിക്കുന്നത്, ഇത് ബേസിക്കലി ഇത് കേൾക്കുന്ന ആളുകൾക്ക് വളരെ മീനിങ് ആയിരുന്നു. അതിൽ നിന്ന് വളരെ ദൂരെ 2000 വർഷം നിൽക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക, ഏകാകിനിയുടെ മകൾ ഭർത്താവുള്ളവളുടെ മകളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് ബേസിക്കലി പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ കുടുംബത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ച് അതിന്റെ ഒരു വ്യാഖ്യാനമാണ്. ഒരു കാലത്ത് സാറയ്ക്ക് മക്കളില്ലായിരുന്നു. അവൾ അതിന്റെ കാരണം കൊണ്ട് വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു, വളരെ മനോവേദന അനുഭവിച്ചു. വിഷമിക്കണ്ട, കാരണം നീ ഏകാകിനിയായിരുന്നു, എന്നാൽ നീ ആനന്ദിക്കും എന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്ന. ബേസിക്കലി സാറ ഓർത്തു ജീവിതം മുഴുവൻ മക്കളില്ലാതെ ജീവിക്കേണ്ടി വരും, എന്നാൽ ദൈവം അവൾക്ക് വാഗ്ദത്ത സന്തതിയെ നൽകി, അത് അവൾക്ക് സന്തോഷത്തിന് കാരണമായി എന്നുള്ള ആ പശ്ചാത്തലം എടുത്ത് പറഞ്ഞിട്ട് പിന്നെയും ഇത് കേൾക്കുന്നവരുടെ എമോഷൻസിനെ സ്പർശിക്കുകയാണ്. എമോഷൻസിനെ എന്താ സ്പർശിക്കുന്നത്? സാറെ ഓർത്തു എനിക്കിനി ഒരു ഭാവിയില്ല. ദൈവം പ്രോമിസ് ചെയ്തു, അബ്രഹാമിനോട് പ്രോമിസ് ചെയ്തു, ആകാശത്തെ നക്ഷത്രം പോലെ നിന്റെ സന്തതിയാകും. എന്നാൽ പ്രസവത്തിന്റെ പ്രായം കഴിഞ്ഞിട്ടും മക്കളില്ലാത്തത് കൊണ്ട് സാറ ഓർത്ത് എനിക്കിനിയും മക്കൾ ഉണ്ടാകത്തില്ല, എനിക്കിനി സന്തതി ഉണ്ടാകത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം അവളെ സന്തോഷം കൊണ്ട് നിറച്ചു. അതുപോലെ തന്നെ
വിശ്വാസികളായ നാം കൃപയുടെ സന്ദേശത്തെയും ന്യായപ്രമാണത്തിന്റെ സന്ദേശത്തെയും വീക്ഷിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ, കൃപയുടെ സന്ദേശം വളരെ ലളിതമായ സന്ദേശമാണ്. അതിൽ ചടങ്ങുകളില്ല, പട്ടത്വമില്ല, പള്ളികളിലുള്ള രീതിയിലുള്ള സിസ്റ്റം ഒന്നുമില്ല. അതുകൊണ്ട് അത് ശരിയല്ലല്ലോ എന്നോർത്ത് ന്യായപ്രമാണത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൈവജനം പിന്നെ ഓർപ്പിക്കുന്നത് ദൈവം പ്രോമിസ് ചെയ്തത് നടക്കും, വെയിറ്റ്. ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, 21-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു പ്രതിഭാസമാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ വിട്ടിട്ട് ദൈവജനം കത്തോലിക്ക സഭകളിലും ജാക്കോബൈറ്റ് സഭകളിലും ഓർത്തഡോക്സ് സഭകളിലും ചേരുന്നത്. ഇത് തുടങ്ങിയത് അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലെ വളരെ പ്രമുഖരായ പലർ, വളരെ ഫേമസ് ആയിട്ടുള്ള പല പ്രീച്ചേഴ്സ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ വിട്ട് കത്തോലിക്ക സഭയിൽ ചേർന്നു. ജാക്കോബൈറ്റ്സ് ബേസിക്കലി കേരളത്തിലുള്ള ഒരു ഗ്രൂപ്പാണ്. എന്നാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ് അമേരിക്കയിലുണ്ട്. അങ്ങനെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസിലോട്ടും ചേർന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ, അമേരിക്കയിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം തുടങ്ങിയെങ്കിലും കേരളത്തിലൊക്കെ 21-ാം നൂറ്റാണ്ടിൽ അത് തുടങ്ങിയിട്ടുണ്ട്. വേർപാട് സഭ വിട്ട്, ആദ്യം തുടങ്ങിയത് മറ്റു ചില ചർച്ചസ് വിട്ടാണ്. മാർത്തോമ്മ ചർച്ചൊക്കെ വിട്ട് കത്തോലിക്കയിൽ ചേർന്ന പലരെ എനിക്കറിയാം. ഞാനുമായിട്ട് കോണ്ടാക്റ്റിലുള്ള പലരും മാർത്തോമ്മ ചർച്ച് വിട്ട് രക്ഷിക്കപ്പെട്ടവരെ, മാർത്തോമ്മ ചർച്ച് EGF ഗ്രൂപ്പിൽ കൂടെ രക്ഷിക്കപ്പെട്ടവരെ മാർത്തോമ്മ ചർച്ച് വിട്ട് കത്തോലിക്ക ചേർന്ന പല സംഭവം എനിക്കറിയാം. കാരണം അവരെ ഞാനുമായിട്ട് കോണ്ടാക്റ്റിലാണ്. എന്നാൽ ഇപ്പം അടുത്ത ഇടയ്ക്ക് തുടങ്ങിയ ഒരു പ്രവണതയാണ് വേർപാട് സഭ വിട്ടിട്ട് ഓർത്തഡോക്സിലും കത്തോലിക്ക ചർച്ചസിലും പോയി ചേരുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു എൻറ്റയർ ഫാമിലി വേർപാട് സഭയിൽ മൂപ്പനായി ഇരുന്ന ഒരു സഹോദരനും ഭാര്യയും മക്കളും എല്ലാം കൂടെ വേർപാട് സഭ വിട്ട് ഓർത്തഡോക്സ് ചർച്ചില് ഒരു 4 വർഷം മുമ്പ് ചേർന്നു. അത് കഴിഞ്ഞ് വേറെ പലരും ഇപ്പം വേർപാട് സഭ വിട്ടുപോയിട്ടുണ്ട്. ഇത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം അവിടെ വലിയ ഷോയൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പ്ലെയിൻ ഒരു ഹാളില്, വലിയ ഷോയൊന്നും ഇല്ലാത്ത ഒരു ഹാളിൽ തിരുവത്താഴത്തിന് വേണ്ടി ചെന്നിരുന്നു. തിരുവത്താഴത്തിന് വേണ്ടി വലിയ ഷോയൊന്നുമില്ല. അതേസമയത്ത് പട്ടത്വ സഭകളിൽ വലിയ ഷോയോടെയാണ് എല്ലാം വെക്കുന്നത്. നമ്മൾ കർത്തൃമേശ എന്ന് പറയുന്ന മേശയിലാണ് വെക്കുന്നത്. പട്ടത്വ സഭകളിൽ അവർ അതിനെ ഓൾട്ടർ, യാഗപീഠം എന്നാണ് പറയുന്നത്. അതിന് പല പട്ടത്വ സഭകളിൽ പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. അവരുപയോഗിക്കുന്ന കപ്പ്, ഗ്ലാസ്, അതിനൊക്കെ പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. ഇത് രണ്ടും കൂടെ തുലനം ചെയ്യുമ്പോൾ പലരുടെയും മനസ്സിൽ പെട്ടെന്ന് കൃപായുഗത്തിലുള്ള സിസ്റ്റം ഒന്നും അത്ര ശരിയല്ല എന്ന് തോന്നിപ്പോകും. മറ്റേതാണ് ബെറ്റർ എന്ന് തോന്നിപ്പോകും. ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. കേരളത്തിലും തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലും വേർപാട് വിശ്വാസികൾ വേർപാട് സഭ വിട്ടിട്ട് ചിലരൊക്കെ ന്യൂ ജനറേഷൻ ചർച്ചസിലോട്ട് അങ്ങ് പോവുകയാണ്. കാരണം അവർക്കും വേർപാടുകാരേക്കാൾ കൂടുതൽ സിസ്റ്റംസ് ഉണ്ട്. എന്നാൽ യാക്കോബായിലും കത്തോലിക്കയിലും ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഗലാത്യ സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നു എന്ത്? അടിമത്വത്തിൽ പോയാൽ അവിടെ മനുഷ്യന്റെ ജഡത്തിനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോവുക. കൃപയുടെ സന്ദേശമാണെങ്കിൽ അത് വാഗ്ദത്ത സന്തതിയാണ്. ഇവിടെ ജഡത്തിനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ അധികം ഇല്ല. ഇക്കാര്യം ദൈവവചനം ഓർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ദൈവവചനം ഓർപ്പിക്കുന്നത് 4:28 നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. ആ ഇന്റർപ്രട്ടേഷൻ, ലുക്കറ്റ് ഹാഗറിനെ നോക്ക്, സാറായെ നോക്ക്. അവൾ അടിമയായിരുന്നു, ഹാഗർ സ്വതന്ത്ര സ്ത്രീയായിരുന്നു. അവൾക്കാണ് ആദ്യമേ സന്തതി ഉണ്ടായത്. എന്നാൽ അത് വാഗ്ദത്ത സന്തതിയല്ല, അടിമയുടെ സന്തതിയാണ്. എൻ്റെ അടിമയുടെ സന്തതി വാഗ്ദത്ത സന്തതിയുടെ കൂടെ അവകാശിയാകത്തില്ലെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ആ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷവുമുണ്ട്, അടിമത്വത്തിന്റെ സുവിശേഷമുണ്ട്. എല്ലാവരും ഇതേ ബൈബിളല്ലേ ഉപയോഗിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കും, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വെരി സിമ്പിൾ. അടിമത്വത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന് കുറേയേറെ സ്റ്റെപ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്തേ പറ്റൂ. അതിനെല്ലാം ആ സഭകളിലുള്ള പൗരോഹിത്യമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. മനുഷ്യന്റെ ജഡത്തിന് ആ അടിമത്വത്തിന്റെ സന്ദേശമാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്.
കാരണം നമ്മുടെ ജഡത്തിന് എന്നും ഷോ വലിയ ഇഷ്ടമാണ്. ആ ഷോ ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിന് ഒരു സംതൃപ്തി തോന്നത്തുള്ളൂ. നമുക്കെല്ലാം അറിയാമല്ലോ, ഈ കോളേജസിലൊക്കെ ഡിഗ്രി പാസ്സായവർക്ക് കൺവൊക്കേഷൻ നടത്തി ഡിഗ്രി കൊടുക്കാറുണ്ട്. ഇപ്പൊ ബൈബിൾ സ്കൂൾസിലും അതേ സിസ്റ്റം വന്നിട്ടുണ്ട്. ഗൗൺ ഇട്ട് ക്യാപ്പ് വെച്ച് ആണ് ഡിഗ്രി കൊടുക്കുന്നത്. ഒരാള് ഗൗൺ ഇടാതെ ക്യാപ്പ് വെക്കാതെ ഡിഗ്രി പ്രാപിച്ചാൽ അവന്റെ ഡിഗ്രി മറ്റുള്ളവരുടെ ഡിഗ്രിയേക്കാൾ വാല്യൂ കുറവാണ്. ഒരിക്കലുമല്ല. ആ ഡിഗ്രി ഏത് രീതിയിൽ കൊടുക്കപ്പെട്ടു അതിന്റെ വാല്യൂ അതിനെയല്ല ആശ്രയിക്കുന്നത്. എന്ത് ഡിഗ്രി എടുത്തു, എവിടുന്ന് എടുത്തു, ഏത് സാറുമാരുടെ അണ്ടറിൽ പഠിച്ചു എന്നുള്ളതിനാണ് വാല്യൂ. ഞാൻ മധ്യപ്രദേശിലെ ജീവാജി യൂണിവേഴ്സിറ്റിയിലാണ് BSc-യും MSc-യും PhD-യും ചെയ്തത്. അത് മധ്യപ്രദേശിലെ ഏറ്റവും ടോപ്പ് ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതിൽ തന്നെ ഞാൻ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ഫിസിക്സ് ടോപ്പ് മോസ്റ്റ് ആയിരുന്നു. എന്നാൽ ഈ കൺവൊക്കേഷനിലൊന്നും കാര്യമില്ല, ചുമ്മാതെ കാശ് വേസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി, ഞാൻ BSc പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കൺവൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം നിർത്തിവെച്ചു. കാരണം ഓരോ വർഷം അതിനുവേണ്ടി ദശലക്ഷം ചെലവാക്കുന്നതിന് പകരം ആ കാശ് എഡ്യൂക്കേഷന് വേണ്ടി ചെലവാക്കുന്ന ബെറ്റർ എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് ആ ഡിഗ്രി ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc, MSc, PhD അല്ലെങ്കിൽ MBA അല്ലെ MPhil ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് വാല്യൂ കുറവാണോ? ഒരിക്കലുമല്ല. വാല്യൂ കൺവൊക്കേഷനെ അല്ല ആശ്രയിക്കുന്നത്, വാല്യൂ ഷോയെ അല്ല ആശ്രയിക്കുന്നത്. മനുഷ്യന് ഷോ, ആഡംബരം, അതിനോട് വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഈ കൃപയുടെ സന്ദേശം കേട്ട് കൃപയുടെ സന്ദേശത്തിനനുസരിച്ച് രക്ഷ പ്രാപിച്ചിട്ട് ആളുകൾ ന്യായപ്രമാണത്തിന്റെ പുറകെ പോകും. 4:28 ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നാമോ സഹോദരന്മാരെ ഇസാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. വാഗ്ദത്തത്താൽ ജനിച്ചതുകൊണ്ട് നമ്മൾ സ്വതന്ത്രരാണ്. അടിമയുടെ മകൻ ഒരു ചടങ്ങ് കഴിഞ്ഞെങ്കിൽ മാത്രമേ മകനാകത്തുള്ളൂ. ഇശ്മായേൽ പ്രായപൂർത്തിയായപ്പോൾ ആ ചടങ്ങിൽ കൂടെ കടന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ മകനായത്. ഇസാക്കോ ഒരു ചടങ്ങും ഇല്ലായിരുന്നു, ജസ്റ്റ് ജനിച്ചു. അവൻ വാഗ്ദത്ത സന്തതിയായി മാറി, അല്ലെ വാഗ്ദത്ത സന്തതിയായിട്ട് ജനിച്ചു. ആത്മീക ജീവിതത്തിൽ ആ ദൈവം വെച്ചിരിക്കുന്ന സിംപ്ലിസിറ്റി ആണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അതോ മനുഷ്യൻ നിർമ്മിച്ച വളരെ സങ്കീർണമായിട്ട് ആഡംബരം നിറഞ്ഞ സിസ്റ്റമാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ഗലാത്യ ലേഖനം 4:28 ഓർപ്പിക്കുന്നത്, നമ്മൾ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. കൃപയുടെ സന്ദേശത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചവർ വാഗ്ദത്ത സന്തതിയാണ്. അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ചടങ്ങ്, ആഡംബരം, ഷോ അതിന്റെ പുറകെ നമ്മൾ പോകാൻ പാടില്ല. ദൈവവചനം ഒരേ കാര്യത്തെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര അപ്രോച്ചസ് ആണ് ഗലാത്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വഴക്ക് പറഞ്ഞ്, പ്രബോധിപ്പിച്ച്, വ്യക്തിബന്ധങ്ങളെ ഓർപ്പിച്ച്, ഫൈനലി അന്യാർത്ഥത്തിൽ കൂടെ ദൈവവചനം പഠിപ്പിക്കുന്ന നാം എല്ലാവരും എല്ലാ അപ്രോച്ചസും ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഓർപ്പിച്ചിട്ട് അടുത്ത വാക്യം. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ 4:29 ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്ന് കാണുന്നു. ഇനി ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ആത്മാവിനനുസരിച്ച് ജനിച്ചവരാണ്. നിങ്ങളെ ചുമ്മാതെ ഹാരസ് ചെയ്യുകയാണ്. ഈ പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്ന ആളുകൾ നിങ്ങളെ ഹാരസ് ചെയ്യുകയാണ്. ആൻഡ് അതിനെ ഇവിടെ ഇഷ്മായേലും ഇസാക്കും തമ്മിൽ ഉണ്ടായ ആ കോമ്പറ്റീഷൻ, ഇഷ്മായേൽ ഇസാക്കിനെ ഹാരസ് ചെയ്ത ആ സംഭവം എടുത്തിട്ട് അന്ന് അവിടെ നടന്നു. അത് മനുഷ്യന്റെ ടെൻഡൻസിയാണ്. ഇന്ന് ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത്. അതിന്റെ മറ്റൊരു രൂപമാണ് ഇവിടെ എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ദൈവജനം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് നടന്നത് ഗലാത്യയിൽ നടന്നു. ഗലാത്യയിൽ നടന്നത് ഇന്നും നമ്മുടെ ഇടയ്ക്ക് എങ്ങനെങ്കിലുമൊക്കെ നടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും. ഇവിടെ ഈ 60-ന്റെ മേളിൽ പ്രായമുള്ള സഹോദര സഹോദരിമാർക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടായിരിക്കും. വേർപാട് സമൂഹത്തിലുള്ള വിവാഹ നിശ്ചയവും വിവാഹം, അതുപോലെ തന്നെ ഫ്യൂണറൽസ്, ഇതൊക്കെ ഒരു 50 വർഷം മുമ്പ് വളരെ ലളിതമായിരുന്നു. ഇന്ന് ഒരു വിവാഹ നിശ്ചയത്തിന് ഒരു ന്യൂസ് പേപ്പറിന്റെ അത്രയും വലിയൊരു കടലാസ് കൊണ്ടെന്ന് ചെറുക്കന്റെ പേര്, ചെറുക്കന്റെ അപ്പന്റെ പേര്, ഒക്കുവാണെങ്കിൽ വല്യാപ്പന്റെ പേര്, പിന്നെ ഒരു 100 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചേർത്ത് സഭയിലുള്ള
ഇന്നയാളിന്റെ പ്രസൻസിൽ ഇത്രാം തീയതി ഇന്ന വാർഡ് നമ്പറിൽ ഞാനൊരു ബ്രീഫായിട്ടേ പറഞ്ഞു. ഇതെല്ലാം വായിച്ചാണ് ഇന്ന് വിവാഹ നിശ്ചയം ചെയ്യുന്നത്. ഇങ്ങനൊന്നും നമ്മുടെ മധ്യ ഒരു പ്രാക്ടീസ് ഇല്ലായിരുന്നു. വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരുന്നു. അതെല്ലാം ഇന്ന് ഇത്രയും അധികം കോംപ്ലിക്കേറ്റഡ് ആക്കിയത് നമുക്ക് അടിമത്വമാണ് ഇഷ്ടം. അതിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ഞാൻ ഈ ഉദാഹരണം എടുത്തു പറയാൻ കാരണം, നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചെന്നിരിക്കും, ബ്രദറെ നമ്മുടെ ഇടയ്ക്കൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. മറ്റൊരു രീതിയിലാണെന്നേ ഉള്ളൂ. മറ്റൊരു രീതിയിൽ നമ്മളും ഇന്നും അടിമത്വത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ മാരേജസ് നടത്താറുണ്ട്. അതുകൊണ്ട് ഉണ്ടാകാറുള്ള ഒരു അനുഭവം ഞാൻ പ്രത്യേകം ഇവിടെ എടുത്തു പറയട്ടെ. ഞാൻ സ്റ്റേജിൽ ചെന്ന് കഴിയുമ്പോൾ ഏതെല്ലാം കാര്യം പറഞ്ഞിരിക്കണം, ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ചിരിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ എന്നെ ഓർപ്പിക്കാറുണ്ട്. ഞാൻ അവരോട് ചോദിക്കാറ്, എന്തുകൊണ്ടാ ഞാൻ ഇന്ന വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താ? അതേ ബ്രദറെ, അതാണ് നമ്മുടെ ഇടയ്ക്കുള്ള രീതി. ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ബ്രദർ ചെയ്തത് അത് പൂർത്തിയായെന്നുള്ള ഒരു ഫീലിംഗ് ആളുകൾക്ക് വരത്തില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, വിവാഹത്തിന്റെ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദോസ്തം അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്തെല്ലാം പറയണമെന്ന്, എന്തെല്ലാം പറയണ്ടെന്ന്. ചെറുക്കനും പെണ്ണും ഷേക്ക് ഹാൻഡ് ചെയ്യണോ, കൈ കൊടുക്കണോ, വേദോസ്തം പറയുന്നില്ല. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്യണോ, വേദോസ്തം പറയുന്നില്ല. എന്നാൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇന്നതും ഉണ്ടായിരിക്കണം, അതില്ലെങ്കിൽ ശരിയാകത്തില്ല എന്നുള്ള ആ മാനുഷ നിർബന്ധം ന്യായപ്രമാണത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ കാരണം കൊണ്ടാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഗലാത്യയിലെ രക്ഷയ്ക്ക് വേണ്ടി, ഇന്ന് ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി, എന്നാൽ ന്യായപ്രമാണത്തോടുള്ള ചായ്വ് എന്നുമുണ്ട്. 4:30 പറയുന്നത് തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. ദൈവവചനം പഴയ നിയമത്തിൽ നടന്ന വരമൊഴിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു രേഖ എടുത്തിട്ട് ഓർപ്പിക്കുന്നത് കൃപയിൽ കൂടുള്ള വിശ്വാസവും അതേസമയത്ത് ന്യായപ്രമാണത്തിന്റെ പുറകെ നീതീകരണത്തിന് വേണ്ടി പോകുന്നതും തമ്മിൽ, ദാസിയും വാഗ്ദത്തത്തിന്റെ സന്തതിയും തമ്മിലുള്ള അന്തരമാണ്. ദാസിയുടെ മകൻ ഒരു കാലത്തും അവകാശിയാകത്തില്ല. ന്യായപ്രമാണത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിൽ കൂടെ ഒരിക്കലും നമുക്ക് നീതീകരണം ലഭിക്കത്തില്ല. 31 വാക്യം ഇതിന്റെ സമ്മറി. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. അങ്ങനെ ആ അന്യാർത്ഥ വ്യാഖ്യാനം പറഞ്ഞ് അതിന്റെ കൺക്ലൂഷൻ, നമ്മൾ സ്വതന്ത്രയുടെ മക്കളായതുകൊണ്ട് ദാസത്വത്തിന്റെ പുറകെ പോയി ദാസിയുടെ മക്കളെ പോലെ നടിക്കരുത്. നമ്മൾ സ്വതന്ത്രയുടെ മക്കളാണ്. വേർപാട് പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടേഷൻ തന്നെ അതാണ്, സ്വാതന്ത്ര്യം. മനുഷ്യ നിർമ്മിത ചടങ്ങുകളിൽ നിന്ന്, മനുഷ്യനിർമ്മിത ആചാരങ്ങളിൽ നിന്ന്, സിസ്റ്റംസിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഓരോ തലമുറയിലുള്ള വേർപാട് വിശ്വാസികൾ ഇത് അവരെ തന്നെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നാമും നമ്മെ തന്നെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അടിമത്വം ഇവിടെ തലപൊക്കിയാലും നമ്മൾ അതിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇക്കാര്യം മനസ്സിലാക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. ഇന്നും അനുഗ്രഹീതമായ നിലയിൽ ക്ലാസ് എടുക്കുവാനായിട്ട് കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആദായ വർഗീയ സംഘടന ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വലിയവനായ ദൈവമേ, പ്രിയ കർത്താവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ദിവസവും ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ വചനത്തിന് മുമ്പാകിരുന്ന് കർത്താവെ അനേക കാര്യങ്ങളെ ശ്രമിപ്പാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു കാലത്ത് ഞങ്ങൾ അടിമത്തത്തിൽ ജീവിച്ചവരാണ്. ഞങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു, ജാതികളായിരുന്നു. എന്നാൽ ഈ കൃപയുടെ സുവിശേഷം ഞങ്ങളുടെയും ഭവനങ്ങളിൽ എത്തുവാൻ, ഞങ്ങളിൽ അത് എത്തിച്ചേരുവാൻ, അത് വിശ്വസിപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇനി ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളാണ് എന്നുള്ളത്, ആ വാഗ്ദത്ത സന്തതികളാണ് എന്നുള്ളത് കർത്താവെ ഞങ്ങളെ വീണ്ടും കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു എന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുകയാണ്. പിന്നെയും അടിമനുഖത്തിൽ കടന്നു പോകുവാൻ ഇടവരാതെ വണ്ണം കർത്താവെ ഞങ്ങളെ സൂക്ഷിക്കണമേ. വളരെ ആ നിലയിലുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഭൂമിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, സാഹചര്യമാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ വചനം ഞങ്ങൾ കൃത്യമായിട്ട് അത് പ്രമാണിച്ചുകൊണ്ട് കർത്താവിൻ്റെ
മക്കളായിട്ട് കർത്താവെ വളരെ ആഡംബരമായിട്ടൊന്നുമില്ല എങ്കിലും കർത്താവെ ഞങ്ങൾക്ക് ലളിതമായിട്ട് തന്നിരിക്കുന്ന എല്ലാത്തിനായിട്ടും നന്ദി പറയുന്നു. ഞങ്ങൾ ഇനിയും ആ അടിമുഖത്തിലേക്ക് കടന്നു പോകാൻ ഇടവരാതെ ഗലാത്യ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കും പോലെ കർത്താവെ ഞങ്ങൾക്കും അവിടെ നൽകിയിരിക്കുന്ന വചനം അത് പ്രമാണിച്ചു പോകുവാൻ അവിടുന്ന് വിശേഷാൽ സഹായിക്കണം എന്ന് അടികൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞു തരുവാനായിട്ട് സഹോദരൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിനെ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. കർത്താവ് ഈ വചന പഠനം ഞങ്ങൾക്ക് ഏവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ കൊണ്ട് അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയമാനെ കൂടുതലായിട്ട് അനുഗ്രഹിക്കണം. ആ കണ്ണിന്റെ പ്രയാസങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ, അത് ആ ട്രീറ്റ്മെന്റിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് കർത്താവ് സൗഖ്യമാകുവാൻ തൊന്നും കർത്താവ് കൃപ ചെയ്യണം എന്നടിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. കർത്താവിന്റെ വേലയിൽ ഇനിയും തുടരുവാനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊടുത്ത് അവിടുന്ന് സഹായിച്ചോളണം എന്നടിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ സനീഷ് ചെറിയാൻ സവർനെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകനോട് കൂടെ ഇരിക്കണമേ. അവരൊക്കെയും അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർത്താവെ ആളാം പ്രതിയായിട്ട് പോയി ഭവനങ്ങളിൽ പോയി കർത്താവിന്റെ വചനം അറിയിക്കുന്ന ഒക്കെയും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനും മാത്രമല്ല പല പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും ഈ നാളുകളിൽ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. എല്ലാവരെയും അവിടെ നോക്കണമേ. പാട്ടുകൾ പാടി ഞങ്ങളെ ആനന്ദിപ്പിച്ച സഹോദരൻ മാത്യു സഹോദരനെയും കുടുംബത്തെയും കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് ഈ ദിവസം അനുഗ്രഹിച്ച് കർത്താവെ അവിടുന്ന് നിലനിർത്തണം എന്നടിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നിലനിന്ന് കർത്താവിന് പ്രയോജനമുള്ള മക്കളായിട്ട് വരും ദിവസങ്ങളിൽ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സാക്ഷ്യം പുലർത്തി ജീവിപ്പാൻ ഞങ്ങളെയും സഹായിക്കണം. എല്ലാവിധമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എല്ലാം അവിടെ തന്നെ എടുത്തുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്ക് അടിജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കൃപയുണ്ടാക്കി കേൾക്കണമേ. ആമേൻ.